ഗായ്സ് വെൽക്കം ടു ഇമ്പൾ. സോ നമ്മൾ നോക്കാൻ പോകുന്ന DTABയും അതിന്റെ കൂടെ വരുന്ന റിലേറ്റീവ് ആയിട്ടുള്ള ബോഡീസിനെ പറ്റിയിട്ടും പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് DTABയുടെ കമ്പോസിഷൻ നോക്കാം. സോ DTAB ആണല്ലോ നമ്മൾ പറഞ്ഞ ടെക്നിക്കൽ അഡ്വൈസറി ബോർഡാണ്. ഇവരാണ് ഡ്രഗും അതിന്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് ആണ്. ഇവിടെ ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് ഉണ്ടായിരിക്കും, ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ ഉണ്ടായിരിക്കും, ആൻഡ് ഡയറക്ടേഴ്സ് ഓഫ് കീ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ ബേസിക്കലി ആരൊക്കെയാണ്? ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത്, ഡ്രഗ് കൺട്രോൾ ഓഫ് ഇന്ത്യ ആൻഡ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് നോമിനേറ്റ് മെമ്പേഴ്സ് ആണ്. 2 സ്റ്റേറ്റ് ഡ്രഗ് കൺട്രോൾ ഒഫീഷ്യൽസ് ഉണ്ടായിരിക്കും, ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി റെപ്രസെന്റേറ്റീവ് ഉണ്ടായിരിക്കും, 2 ഗവൺമെന്റ് അനലിസ്റ്റ് ഉണ്ടായിരിക്കും. ഈ നെക്സ്റ്റ് വൺ ഈസ് എലക്ടഡ് മെമ്പേഴ്സ് ആണ്. റെപ്രസെന്റേറ്റീവ് ഫ്രം ഫാർമസിന് റെപ്രസെന്റേറ്റീവ് ഉണ്ടായിരിക്കും, മെഡിസിൻ, ഫാർമക്കോളജി ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ. ഇതിൽ എനിക്കൊന്നും ഹെൽപ്പ് ചെയ്യാനില്ല, കാണാതെ പഠിച്ചേ പറ്റൂ. എഴുതിയോ എങ്ങനെ അയച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളത് പഠിക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഡ്രഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ആണ്. സോ ബേസിക്കലി ഇവിടെ എന്താ ചെയ്യുക? അഡ്വൈസറി കമ്മിറ്റിയാണ് കേട്ടോ. സെൻട്രൽ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് DTAB. നമ്മൾ നേരത്തെ DTAB പഠിച്ചില്ലേ? ഇവരെയൊക്കെ അഡ്വൈസ് ചെയ്യുന്ന കമ്മിറ്റിയാണ് ആര്? DCC എന്ന് വെച്ചാൽ ഇവിടെ 2 സെൻട്രൽ ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവും ഒരു നോമിനേറ്റ് ഫ്രം ഈച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു നോമിനി ഉണ്ടായിരിക്കും, 2 സെൻട്രൽ ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ്സും ഉണ്ടായിരിക്കും. സോ മീറ്റിംഗ്സ് പറയുവാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് ആവശ്യമായിട്ടുള്ള സമയങ്ങളിലൊക്കെ മീറ്റിംഗ്സ് കൂടാം. പിന്നെ അവരെ നമ്മൾ അറിയിക്കുവാണ് ബേസിക്കലി എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ DCC അറിയിക്കാറുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി ആണ്. സോ ബേസിക്കലി ലൊക്കേഷൻ പറയുവാണെങ്കിൽ കൊൽക്കത്തയിലാണ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്, അണ്ടർ ദ ഡയറക്ടർ അപ്പോയിന്റ് ബൈ സെൻട്രൽ ഗവൺമെന്റിന് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. പ്രൈമറി ഫംഗ്ഷൻ പറയുവാണെങ്കിൽ ഡ്രഗ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് അനലൈസ് ചെയ്ത് സാമ്പിൾസ് ഒക്കെ അയക്കുക. ബേസിക്കലി ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, കേസ് കൊടുക്കുന്നുണ്ടാവില്ല, ചില ഡ്രഗ് ഒക്കെ കഴിച്ചിട്ട് ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരില്ലേ, അപ്പോഴൊക്കെ അത് ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ എവിടെയാണ്? ഈ സെൻട്രൽ ഡ്രഗ് ലബോറട്ടറിയിലാണ്. അവരാണ് സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്ത് കളക്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ കോർട്ടിലൊക്കെ അവർ അയക്കുക കേട്ടോ. അഡീഷണൽ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അവർ സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ ഡ്യൂട്ടീസ് വേറെ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡ്യൂട്ടീസ് എന്ത് ചെയ്യണം? അവരവിടെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഏതൊക്കെ ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ അവർ ചെയ്യേണ്ട ആവശ്യം കൂടെ ഉണ്ട് എന്നുള്ളത് നോക്കുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കസൗലിയാണ്. സ്ഥലം മറന്നുപോലെ കസൗലിയാണ്. സോ സെറ അനാലിസിസ്, അവിടെ സെറം പ്രോട്ടീൻസ് ഫോർ ഇഞ്ചക്ഷൻസ് ഒക്കെ ഇല്ലേ, സെറം ഒക്കെ ചെയ്യുന്നത് ആരാണ്? ഈ കസൗലിയിൽ ചെയ്യാറുണ്ട്. പിന്നെ വാക്സിൻ ടെസ്റ്റിംഗ് ചെയ്യുന്നതും ഈ സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കസൗലിയാണ്. നെക്സ്റ്റ് സർജിക്കൽ മെറ്റീരിയൽസ് ഇല്ലേ, അതിൻ്റെ സ്റ്റെറിലൈസ്ഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ അവർ നോക്കാറുണ്ട്. ആൻഡ് ബാക്ടീരിയോ ഫേസ് റിസർച്ച്, ബാക്ടീരിയോ ഫേസ് സ്റ്റഡീസ് ഒക്കെ നടത്തുന്നതും ഈ കസൗലിയിലാണ്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ബിക്കോസ് നമ്മൾ തിരിഞ്ഞു ഈ ഗവൺമെന്റ് ലിസ്റ്റ് ആരാ അപ്പോയിന്റ് ചെയ്യുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും അല്ലേ? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെന്നില്ല, സെൻട്രൽ ഗവൺമെന്റും എന്ത് ചെയ്യാം? അപ്പോയിന്റ് ചെയ്യാം. സോ ഗവൺമെന്റ് അനലിസ്റ്റ് ചെയ്യുന്നവരാണ് സ്റ്റേറ്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ ആയിരിക്കും. ക്വാളിഫിക്കേഷൻ പറയുവാണെങ്കിൽ BPharm ആയിരിക്കും കേട്ടോ. ഗ്രാജുവേഷൻ അല്ലെങ്കിൽ റിലേറ്റീവ് ഫീൽഡ് വിത്ത് 5 year PG എക്സ്പീരിയൻസ്. സോ 5 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ സ്പെസിഫിക് ട്രെയിനിങ്ങോ വേണം. സോ ഇത് എക്സ്ട്രാ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് ഗ്രാജുവേഷൻ അത് നിർബന്ധമാണ് കേട്ടോ. ഡ്യൂട്ടീസ് പറയുവാണെങ്കിൽ നമുക്ക് കിട്ടിയ നമ്മുടെ സാമ്പിൾസ് ഇല്ലേ, അതിനെ അനലൈസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് അനലിസ്റ്റിന്റെ ഏറ്റവും വലിയ ജോലി, അപ്പോയിന്റ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് കേട്ടോ. ലൈസൻസിങ് അതോറിറ്റി, ലൈസൻസിങ് അതോറിറ്റി ഇമ്പോർട്ട്, മാനുഫാക്ചറിങ്, സെയിൽ, ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമുക്കൊരു ലൈസൻസിങ് അതോറിറ്റി ഉണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. സോ ബേസിക്കലി ഗ്രാജുവേഷൻ ലൈസൻസിങ് അതോറിറ്റിയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ക്വാളിഫിക്കേഷൻ എങ്ങനെയായിരിക്കണം? ഒന്നുകിൽ ഗ്രാജുവേറ്റോ അല്ലെങ്കിൽ റിലവൻറ്റ് ഫീൽഡിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഓൺ മാനുഫാക്ചറിങ്, ടെസ്റ്റിംഗ് ഓർ എൻഫോഴ്സ്മെന്റ് ആയിരിക്കണം എന്നുള്ളതാണ്. സോ ലൈസൻസിങ് അതോറിറ്റിയിൽ ഇരിക്കേണ്ട ആൾക്കാരുടെ ക്വാളിഫിക്കേഷൻ ആണ്. സോ നിങ്ങൾ കൺഫ്യൂഷൻ ആയി പോകരുത്, ലൈസൻസിങ് അതോറിറ്റിക്ക് എന്താ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് ഒരിക്കലും ചോദിക്കരുത്. അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പോയിന്റഡ് അണ്ടർ റൂൾ 49A of the Drug and Cosmetic Rule 1989. സോ 1989 പ്രകാരമുള്ള ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് പ്രകാരമാണ് റൂൾ 49A പ്രകാരമാണ് അപ്പോയിന്റ് ചെയ്യുന്നത് കേട്ടോ. ലൈസൻസിങ് അതോറിറ്റിയിൽ നമ്മൾ അവിടെ വെക്കുന്ന ആൾക്കാർ കേട്ടോ, മറന്നു പോകരുത്. നെക്സ്റ്റ് വൺ ഈസ് കൺട്രോളിങ് അതോറിറ്റി ആണ്. റെസ്പോൺസിബിലിറ്റി എന്താ ചെയ്യുന്നത് കൺട്രോളിങ് അതോറിറ്റി? അവിടെ ഡ്രഗ് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്, നമ്മൾ അവിടെ ഡ്രഗ് ഇൻസ്പെക്ടേഴ്സിന് ഇരുത്തിയിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ എന്താണ്? ഗ്രാജുവേഷനോ അല്ലെങ്കിൽ 5 വർഷത്തെ എക്സ്പീരിയൻസോ വേണം എന്നുള്ളതാണ്. അപ്പോയിന്റ് ചെയ്യുന്നത് 50A റൂള് 50A പ്രകാരമാണ് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂൾസ് 1989 പ്രകാരം
കേട്ടോ. സോ ഡ്രഗ് ഇൻസ്പെക്ടറിനെ അപ്പോയിന്റ് അതോറിറ്റി ആരാണ്? സെൻട്രലോ സ്റ്റേറ്റ് ഗവൺമെന്റോ ആയിരിക്കും. ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ ഫാർമസി, ഫാർമസ്യൂട്ടിക്കൽ സയൻസ്, മെഡിസിൻ വിത്ത് റിലേറ്റീവ് സ്പെഷ്യലൈസേഷൻ ഏതാണോ ഉള്ളത് നമുക്ക് അത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഡിഗ്രി ഇൻ ഫാർമസിയാണ് കേട്ടോ. റെസ്ട്രിക്ഷൻ ഉണ്ട് കേട്ടോ, ഒരു കാരണവശാലും എക്സ്ട്രാ കൈക്കൂലി ഒന്നും വാങ്ങാനൊന്നും പാടൊന്നുമില്ല, വാങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടും. ഇത്രയേ ഉള്ളൂ. പിന്നെ ഡ്രഗ് ഇൻസ്പെക്ടർ പവേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്, സെയിം തന്നെയാണ്. പിന്നെ ഡ്യൂട്ടീസ് ഉണ്ട്, ആനുവലി ഇൻസ്പെക്ട് ചെയ്യാൻ പോകണം, പിന്നെ സസ്പെക്ട് ചെയ്താൽ അവിടെ വിസിറ്റ് ചെയ്യണം, അവിടെ നോക്കണം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞതാണ്, ഇത് നിങ്ങൾ വായിച്ച് മാത്രം നോക്കിയാൽ മതിയായിരിക്കും. പിന്നെ ഈ ഡ്രഗ് മാനുഫാക്ചറിങ് പ്രിമൈസസ് ഇല്ലേ, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, അവിടെയും ഇൻസ്പെക്ഷന് പോകണം, അതും സെയിം തന്നെയാണ്. റിപ്പോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അവിടെ ആനുവലി വിസിറ്റ് ചെയ്യണം, അറ്റ്ലീസ്റ്റ് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ വിസിറ്റ് ചെയ്യണം. ആ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെ, വായിച്ചാൽ മനസ്സിലാവും. പിന്നെ ഷെഡ്യൂൾ C and C1 ഇൻസ്പെക്ഷന് പോകേണ്ട ആവശ്യമാണ്. ടെസ്റ്റിംഗ് മെത്തേഡിൻ്റെ സ്റ്റോറേജ് കണ്ടീഷൻ നോക്കണം, ലൈക്ക് സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ നോക്കണം, പിന്നെ കൺസ്ട്രക്ഷൻ റിവ്യൂ നോക്കണം. ഇതൊക്കെ പ്ലാൻഡ് ആണ് കേട്ടോ. അതായത് അവിടെ ഒരു സ്ഥാപനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ പോയി കഴിഞ്ഞാൽ നോക്കേണ്ട കാര്യങ്ങളാണ്. ടെസ്റ്റിംഗ് മെത്തേഡ് പ്രോപ്പർ ആണോ, സ്റ്റാഫിന് ക്വാളിഫിക്കേഷൻ ഉണ്ടോ, കൺസ്ട്രക്ഷൻ ഓക്കെ ആണോ, പിന്നെ സ്റ്റോറേജ് കണ്ടീഷൻ ഓക്കെ ആണോ, ലൊക്കേഷൻ ഓക്കെ ആണോ, അഡ്മിനിസ്ട്രേഷൻ ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡ്രഗ് ഇൻസ്പെക്ടർ നോക്കേണ്ട ആവശ്യം ഉണ്ട്. ഇത് സാമ്പിളിംഗ് കളക്ഷൻ ആൻഡ് പ്രൊസെക്ഷൻ ആണ്. സോ സാമ്പിൾ എന്തെങ്കിലും നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കളക്ട് ചെയ്യേണ്ട ആവശ്യമാണ്. സോ അത് നമ്മൾ നമ്മുടെ ഈ ആക്ട് ആൻഡ് റൂളിൻ്റെ അണ്ടറിലാണ് നമ്മൾ ചെയ്യുക. സോ നമ്മൾ പ്രോപ്പർലി നമ്മൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ നമ്മൾ നടപടികളും എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഫസ്റ്റ് വൺ ഇസ് ഡ്രഗ് ഇൻസ്പെക്ടർ ഡ്യൂട്ടീസ് പഠിക്കുക, പിന്നെ അനലിസ്റ്റിൻ്റെ പഠിക്കുക. അനലിസ്റ്റിൻ്റെ ഗവൺമെൻറ് അനലിസ്റ്റ് ആണ്, ഇവിടെ ഒരു അതോറിറ്റി, ലൈസൻസിങ് അതോറിറ്റിയുടെ കാര്യം പറയുന്നുണ്ട്. സോ അതും എന്ത് ചെയ്യുക, മറന്നു പോകാൻ, തെറ്റിപ്പോകരുത്. അവിടെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവിടെ നിർത്തുന്ന സ്റ്റാഫിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. ഒരു സിമ്പിൾ ചാപ്റ്റർ ആണോ വെച്ചാൽ അല്ല, എനിക്കറിയാം കുറച്ച് കാര്യങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകും, പക്ഷേ പഠിക്കേണ്ടത് കാണാൻ പഠിച്ച കാര്യമുള്ളൂ. ബാക്കിയുള്ള ചാപ്റ്റർ പോലെയോ അല്ലെങ്കിൽ യൂണിറ്റ് പോലെയോ അല്ല കേട്ടോ. ഇവിടെ ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൾട്ട്, എനിക്കറിയാം. സോ നന്നായിട്ട് വായിക്കുക, റെഫറൻസിലൂടെ കൂടെ വായിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. താങ്ക് യു.